2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ഏപ്രിൽ 9-ാം തീയതിയാണ് കേരളത്തിൽ പൂർത്തിയായത്. ഇനി വോട്ടെണ്ണുന്ന 4-ാം തീയതി വരെ ആകാംക്ഷയോടുകൂടി ഫലമറിയാനുള്ള കാത്തിരിപ്പാണ്. എന്നിരുന്നാൽ പോലും തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് അനവധി പ്രവചനങ്ങളും വിലയിരുത്തലുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഭൂരിഭാഗം പ്രവചനങ്ങളും വിലയിരുത്തലുകളും കേരളത്തിലൊരു അധികാരമാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. UDFിൻ്റെ നേതൃത്വത്തിൽ 91 മുതൽ 102 വരെ സീറ്റുകൾ നേടി ഒരു പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതിനുള്ള സാധ്യത പ്രവചിച്ചത് കേരളത്തിൻ്റെ സ്വന്തം തെരഞ്ഞെടുപ്പ് പ്രവചന വിദഗ്ധനായിട്ടുള്ള CP റാഷിദാണ്. റാഷിദിൻ്റെ പ്രവചനങ്ങളുടെ കൃത്യത മൂലം ഈ ഒരു പ്രവചനത്തിന് വലിയ രീതിയിൽ വോട്ടർമാർക്കിടയിൽ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. പ്രധാന മാധ്യമങ്ങളെല്ലാം ഇതിനോടകം തന്നെ റാഷിദിൻ്റെ പ്രവചനത്തെക്കുറിച്ച് അദ്ദേഹവുമായി നേരിട്ട് അഭിമുഖം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഇപ്പോൾ ഇത്തരത്തിൽ ശ്രദ്ധേയമായ മറ്റൊരു പ്രവചനമാണ് സോഷ്യൽ മീഡിയ ലോകത്ത് ചർച്ചാ വിഷയമായി മാറുന്നത്. അന്താരാഷ്ട്ര രംഗത്ത് തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ടോണി തോമസ് എന്ന മാനേജ്മെൻറ്റ് വിദഗ്ധൻ്റെ പ്രവചനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായി പുറത്തു വന്നിട്ടുള്ളത്. വോട്ടർമാരുടെ സെൻറ്റിമെൻറ്റ്സ് അളർന്നല്ല, നേരെ മറിച്ച് ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ഉപയോഗിച്ചുകൊണ്ടാണ് ടോണി തോമസ് തൻ്റെ പ്രവചനം നടത്തിയിരിക്കുന്നത്. ടോണി തോമസിൻ്റെ പ്രവചനവും റാഷിദിൻ്റെ പ്രവചനത്തോട് ഏറെ ചേർന്ന് നിൽക്കുന്നതാണ് എന്നതും ശ്രദ്ധേയമാണ്. ഫേസ്ബുക്കിലൂടെ തന്നെയാണ് ടോണി തോമസ് ഈ പ്രവചനം നടത്തിയിട്ടുള്ളത്. നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ടോണി തോമസ് UDF അധികാരത്തിലെത്തും എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തൻ്റെ കണ്ടെത്തലുകൾ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു. അന്നുള്ളതിനേക്കാൾ കൂടുതൽ വ്യക്തതയോടുകൂടി തനിക്കിപ്പോൾ പ്രവചിക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ടോണി തോമസ് തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ള കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ഇനി ടോണി തോമസിൻ്റെ വിലയിരുത്തൽ എങ്ങനെയാണ് എന്നതാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടോണി തോമസ് തന്നെ പറയുന്നത് ഇതൊരു മാത്തമാറ്റിക്കൽ മോഡലാണെന്നാണ്. അതിനാൽ തന്നെ സാധ്യതകൾ പ്രോബബിലിറ്റി ഉപയോഗിച്ചുള്ള ഒരു പ്രൊജക്ഷനാണ് അദ്ദേഹം ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. ടോണി തോമസ് പങ്കുവച്ചിട്ടുള്ള പ്രൊജക്ഷൻ പ്രകാരം 80% കൂടുതൽ വിജയസാധ്യതയുള്ള സീറ്റുകൾ ഏതൊക്കെ മുന്നണിക്ക് എത്ര എണ്ണമാണെന്നാണ് അദ്ദേഹം ആദ്യം പറയുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് UDFന് 11 സീറ്റുകളിൽ 80% കൂടുതൽ വിജയസാധ്യതയുള്ളപ്പോൾ LDFന് അത് കേവലം ഒരു സീറ്റിൽ മാത്രമാണെന്നാണ്. BJPയെ സംബന്ധിച്ച് 80% കൂടുതൽ വിജയസാധ്യതയുള്ള ഒരു സീറ്റ് പോലും ഇല്ല എന്നതും അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 70 മുതൽ 79% വരെ വിജയസാധ്യതയുള്ള സീറ്റുകൾ UDFന് 9 എണ്ണം ഉണ്ടെങ്കിൽ LDFന് അത് 7 എണ്ണം മാത്രമാണ്. BJPക്ക് ഇവിടെയും 0 ഇത്തരത്തിലുള്ള സീറ്റുകളുടെ എണ്ണം. ഇനി 60 മുതൽ 69% വരെ വിജയസാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണം അദ്ദേഹം കണക്കാക്കുന്നതനുസരിച്ച് ഇത്തരത്തിലുള്ള 53 സീറ്റുകൾ UDFനുള്ളപ്പോൾ LDFന് അത് കേവലം 26 മാത്രമാണ്. അതായത് LDFന് 60 മുതൽ 69% വരെ വിജയസാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണത്തേക്കാൾ ഇരട്ടിയാണ് UDFന് ഇത്തരത്തിൽ വിജയസാധ്യതയുള്ള സീറ്റുകൾ. ഇവിടെയും BJPക്ക് അദ്ദേഹം ഒരു സീറ്റ് പോലും ഈ കാറ്റഗറിയിലും നൽകുന്നില്ല. ഇനിയുള്ളത് 55% താഴെ വിജയസാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണമാണെങ്കിൽ ഇവിടെ UDFന് ഇത്തരത്തിലുള്ള ഒരു സീറ്റ് പോലുമില്ല. LDFന് അദ്ദേഹം ഒരു സീറ്റ് നൽകുന്നുണ്ട്. ഇവിടെയും BJPക്ക് അദ്ദേഹം ഒരു സീറ്റ് പോലും നൽകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. കേരളത്തിൽ എത്തരത്തിലുള്ള ഒരു ഭരണമാറ്റം ഉണ്ടാകുവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്നതിനെക്കുറിച്ചും ടോണി തോമസ് കൃത്യമായ ചില സൂചനകൾ നൽകുന്നുണ്ട്. ഇത് പ്രകാരം ഓർഡർലി പവർ ഷിഫ്റ്റ് ആൻഡ് ബേസ് കേസ്, അതായത് ഏറ്റവും അധികം സാധ്യതയുള്ള സ്വാഭാവികമായ ഒരു ഭരണമാറ്റത്തിന് 57% സാധ്യതയുണ്ടെന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. അത്തരത്തിൽ സംഭവിച്ചാൽ 82 മുതൽ 95 സീറ്റുകൾ വരെയായിരിക്കും UDFന് ലഭിക്കാൻ പോകുന്നതെന്നും LDFന് 45 മുതൽ 57 വരെ സീറ്റുകൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇനി സർക്കാർ വിരുദ്ധ വികാരം അലയടിക്കുന്ന ഒരു സാഹചര്യം 22% നിലനിൽക്കുന്നതെന്നും അങ്ങനെ സംഭവിച്ചാൽ UDF 95 മുതൽ 110 വരെ സീറ്റുകൾ നേടുവാൻ സാധ്യതയുണ്ടെന്നും LDFൻ്റെ സീറ്റെണ്ണം 28 മുതൽ 44 വരെ ആകുവാനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം പ്രവചിക്കുന്നു. അതുപോലെ ഒരു സിസ്റ്റം റീസെറ്റ്, പൂർണ്ണമായും ഭരണവിരുദ്ധ വികാരവും പിണറായി വിരുദ്ധതയും അലയടിച്ചാൽ 110ലധികം സീറ്റുകളിലേക്ക് UDFൻ്റെ സീറ്റ് നില ഉയരുമെന്നും LDFൻ്റെ സീറ്റ് നില 25 മുതൽ 30 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തുമെന്നും അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. അതിനുള്ള സാധ്യത അദ്ദേഹം 8% കൽപ്പിക്കുന്നത്. ഇനി
ഇനി 2011 സമാനമായി നേരിയ ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിലെത്തുവാനുള്ള ഒരു സാധ്യതയും അദ്ദേഹം മുന്നിൽ കാണുന്നുണ്ട്. ഇതിന് കേവലം 5% സാധ്യത മാത്രമാണെന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ UDFന് 71 മുതൽ 75 സീറ്റുകൾ വരെ ലഭിക്കുമെന്നും LDFന് 62 മുതൽ 69 വരെ സീറ്റുകൾ ലഭിക്കുമെന്നും അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. LDF നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുവാൻ 8% സാധ്യതയുണ്ട് എന്നും ടോണി തോമസ് പ്രവചിക്കുന്നുണ്ട്. അതായത് അങ്ങനെ സംഭവിക്കുമ്പോൾ UDFൻ്റെ സീറ്റ് നില 62 മുതൽ 69 വരെ ആകുമെന്നും LDFന് 71 മുതൽ 75 സീറ്റുകൾ വരെ ലഭിക്കുവാൻ സാധ്യതയുണ്ട് എന്നുമാണ് ടോണി തോമസ് പ്രവചിക്കുന്നത്. ഇവിടെ എടുത്തു നോക്കുമ്പോൾ 92% സാഹചര്യങ്ങളിലും UDF അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് ടോണി തോമസ് കൃത്യമായി പറയുന്നത്. അതിൽ തന്നെ അദ്ദേഹം 57% സാധ്യത കൽപ്പിക്കുന്നത് 82 മുതൽ 95 വരെ സീറ്റുകൾ നേടി UDF അധികാരത്തിലെത്തുവാനുള്ള സാധ്യതയ്ക്കാണ്. LDF അധികാരത്തിലെത്തുവാനുള്ള നേരിയ സാധ്യത 8% മാത്രമാണെന്നും അങ്ങനെ സംഭവിച്ചാൽ പോലും LDFന് പരമാവധി 71 മുതൽ 75 വരെ എന്ന ഒരു നേരിയ ഭൂരിപക്ഷം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. NDAക്ക് വിജയസാധ്യത ഉള്ളത് 2 സീറ്റുകളിലാണെന്നാണ് ടോണി തോമസ് തൻ്റെ അഭിപ്രായ സർവേയിൽ പറയുന്നത്. ഈ 2 സീറ്റുകളിലും NDAക്ക് അല്ലെങ്കിൽ BJPയുടെ വിജയസാധ്യത എന്ന് പറയുന്നത് 55% താഴെയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ NDA ഇത്തവണയും സംപൂജ്യരാകുവാനുള്ള സാധ്യതയും ടോണി തോമസ് തൻ്റെ പ്രൊജക്ഷനിൽ എടുത്തു കാട്ടുന്നുണ്ട്. ഇത്തരത്തിൽ കൃത്യമായ ഒരു ഭരണമാറ്റം കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് ടോണി തോമസ് പറയുന്നത്. ടോണി തോമസ് പറയുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം അലയടിച്ചില്ല എങ്കിൽ കൂടിയും 82 മുതൽ 95 വരെ സീറ്റുകൾ നേടി UDF അധികാരത്തിലെത്തുമെന്നാണ്. അതായത് വളരെ കൃത്യവും ആധികാരികവുമായ ഒരു ഭൂരിപക്ഷത്തോടു കൂടി UDFൻ്റെ നേതൃത്വത്തിൽ ഒരു പതിറ്റാണ്ടിൻ്റെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ ഒരു സർക്കാർ ഉണ്ടാകുവാനുള്ള സാധ്യതകളെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ സാധ്യതകൾ വിലയിരുത്തുമ്പോൾ ഇവിടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ജോസഫ് ഗ്രൂപ്പിൻ്റേതും ഉൾപ്പെടെയുള്ള UDF ഘടകകക്ഷികൾക്ക് വലിയ രീതിയിൽ 2021 അപേക്ഷിച്ച് സീറ്റ് വർദ്ധിപ്പിക്കുവാനുള്ള സാഹചര്യം സംജാതമാകും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഏറ്റവും അധികം തിരിച്ചടി നേരിടുവാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ഒന്നാമത്തേത് ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPIയും രണ്ടാമത്തേത് ഇടതുമുന്നണിയിലെ മൂന്നാമത്തെ കക്ഷിയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ആയിരിക്കും എന്നതിലും തർക്കമില്ല. CPMനെ സംബന്ധിച്ചിടത്തോളം ഇടതുമുന്നണിക്ക് ലഭിക്കുവാൻ പോകുന്ന സീറ്റുകളിൽ 70%-ലധികം സീറ്റുകൾ CPM സീറ്റുകൾ തന്നെയാകും എന്നത് അവരുടെ അടിസ്ഥാനത്തിന് ഇളക്കം തട്ടിയിട്ടില്ല എന്ന് വാദിക്കുവാനുള്ള ഒരു ഉപാധിയായി അവർക്ക് മുന്നിൽ നിലനിൽക്കുകയും ചെയ്യും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രവചനവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള വിലയിരുത്തലുകൾ പരിശോധിക്കുമ്പോൾ CP റാഷിദിൻ്റെയും ടോണി തോമസിൻ്റെയും ഏറെ ആധികാരികമായ ഒരു വിലയിരുത്തലാണ് എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളും രാഷ്ട്രീയ കേരളവും എത്തിച്ചേരുന്നത്. അതിനാൽ തന്നെ മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ ഏറെക്കുറെ ആധികാരികമായ ഒരു ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിലെത്തുമ്പോൾ പിണറായി യുഗത്തിന് അന്ത്യമാകും എന്ന കാര്യത്തിലും തർക്കമില്ല. ഈ രാഷ്ട്രീയ ചിന്തകളും പ്രവചനത്തിൻ്റെ വിശദാംശങ്ങളും പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.